ഇന്ന് ആണ്ടുവട്ടം 20-ാം ഞായർ. ഒന്നാം വായന സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 9, പ്രധാന വാക്യം 6. ഭോഷത്വം വെടിഞ്ഞ് ജീവിക്കുവിൻ, അറിവിൻ്റെ പാതയിൽ സഞ്ചരിക്കുവിൻ. രണ്ടാം വായന വിശുദ്ധ പൗലോസ് എഫെസ്യർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് അധ്യായം 5, ദൈവത്തെ അനുകരിക്കുക. പ്രധാന വാക്യം 20. എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. സുവിശേഷം വിശുദ്ധ യോഹന്നാൻ്റേത് അധ്യായം 6, വാക്യങ്ങൾ 51 മുതൽ 58 വരെ. 8 വാക്യങ്ങളുള്ള ഒരു സുവിശേഷ ഭാഗമാണ് ഇന്നത്തേത്. അതിൽ 8 പ്രാവശ്യം ആവർത്തിക്കപ്പെടുന്ന ഉണ്ട് യേശുവിൻ്റെ ശരീരം ഭക്ഷിക്കുന്നതിനെക്കുറിച്ചും നിത്യജീവനെക്കുറിച്ചും. എൻ്റെ മാംസം ഭക്ഷിക്കുക, എൻ്റെ രക്തം പാനം ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകും. 8 പ്രാവശ്യമാണ് നിത്യജീവനെ അന്നത്തിനോട് ചേർത്ത് വയ്ക്കുന്നത് ഇന്നത്തെ സുവിശേഷത്തിൽ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ മാംസം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളിൽ ജീവൻ ഉണ്ടായിരിക്കുകയല്ല. ഭാവി ജീവിതത്തെക്കുറിച്ചല്ല, വർത്തമാനത്തെക്കുറിച്ചാണ് അവൻ പറയുന്നത്. നിത്യജീവൻ ഒരു അന്ത്യപ്രതിഫലമല്ല, ധാർമ്മികതയ്ക്ക് ലഭിക്കുന്ന ഒരു ഭാവി സമ്മാനവുമല്ല, വേതനത്തിൻ്റെയോ ശമ്പളത്തിൻ്റെയോ ഗണത്തിൽപ്പെടുന്നതുമല്ല. അത് നിത്യജീവൻ ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു. സത്യവും നീതിയുക്തമായ ജീവിതമാണത്. യേശുവിൻ്റെ ജീവിതം പോലെയുള്ള ഒരു ജീവിതമാണ് ഇത് കാംക്ഷിക്കുന്നത്. മാംസവും രക്തവും എന്നത് യേശുവിൻ്റെ പൂർണ്ണമായ മനുഷ്യത്വത്തെ സൂചിപ്പിക്കുന്ന വാചകമാണ്. അവയിൽ എല്ലാമുണ്ട്. മരത്തിൻ്റെ ഗന്ധമുള്ള ആ മരപ്പണിക്കാരൻ്റെ കൈകൾ, അവൻ്റെ കണ്ണുനീർ, വികാരങ്ങൾ, ആലിംഗനങ്ങൾ, മുറിവേറ്റ പാദങ്ങൾ, സുഗന്ധവും സൗഹൃദവും നിറഞ്ഞ അവൻ്റെ ഭവനം. യേശുവിനെ ഭക്ഷിക്കുക എന്നതാൽ അവൻ്റെ ജ്ഞാനം, വിശുദ്ധി, അവനിലുള്ള മഹനീയത എന്നതാണ്. അതായത് യേശുവിൻ്റെ മനുഷ്യത്വവും അവൻ്റെ രീതിയും നമ്മുടെ അനുദിന ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കണം. എടുക്കുക, ഭക്ഷിക്കുക, ഓരോ തവണയും നമ്മെ അത്ഭുതപ്പെടുത്തുന്ന കുർബാന വചനങ്ങളാണവ. ഒരു സ്നേഹപ്രഖ്യാപനം പോലെ നമ്മുടെ കരങ്ങളിൽ സമ്മാനമായി, നാവിൽ അപ്പമായി, ചേതനയുടെ ആഴങ്ങളിൽ രക്തമായി, കോശമായി, ശ്വാസമായി, ചിന്തയായി മാറുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യം. നമ്മുടെ ജീവിതമായി മാറുന്നു അവൻ്റെ ജീവിതം. നമ്മുടെ മാംസം അവൻ്റെ മാംസത്തോട് ചേർന്നു, നമ്മുടെ രക്തം അവൻ്റെ രക്തത്തിൽ അലിയുന്നു. ഇനി മുതൽ ഞാനല്ല, എന്നെ ക്രിസ്തു വസിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലനെ പോലെ നമുക്കും പറയാൻ സാധിക്കണം ദിവ്യകാരുണ്യ സ്വീകരണത്തിലൂടെ. ദിവ്യാന സ്വീകരണം വളരെ ഭക്തിയോടും തീഷ്ണയോടും കൂടി സ്വീകരിക്കാൻ നമുക്ക് പരമാവധി പരിശ്രമിക്കാം. നമ്മുടെ കർത്താവിന്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.